കണ്ണൂരിൽ എസ്എഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് നേതാവ് വി അക്ഷയാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി എം സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, എപ്പോഴാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്? ഈ പോലീസ് പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെ? ഒരാഴ്ച മുമ്പാണ് കണ്ണൂർ തോട്ടട ITIയിൽ വിദ്യാർത്ഥി സംഘർഷമുണ്ടായത്. വിദ്യാർത്ഥി സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. KSU പ്രവർത്തകർക്കും SFI പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. അന്ന് ഈ സംഘർഷത്തിന് കാരണമായി പറയുന്നത് പുറമേ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഈ ക്യാമ്പസിലെത്തി ITIയിലെത്തി ഈ സംഘർഷമുണ്ടാക്കി എന്നുള്ളതായിരുന്നു SFIയുടെ ആരോപണം. ഏതായാലും ഇപ്പോൾ പോലീസ് അവിടെ നടന്നിട്ടുള്ള സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതിൽ നിന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായ ഒളവിലം സ്വദേശിയായ വി അക്ഷയ് ITI ക്യാമ്പസിനകത്ത് കയറി SFIക്കാരെ അടിക്കുന്നതിന്റെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ആ ദൃശ്യങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ അക്ഷയെ ഇപ്പോൾ പോലീസ് എടക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാമ്പസിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ SFIക്കാരെ ആക്രമിക്കുകയായിരുന്നു എന്ന് അന്ന് SFI തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അന്ന് ഈ SFI ആണ് സംഘർഷത്തിന് തുടക്കമിട്ടത് എന്നുള്ള രീതിയിലായിരുന്നു KSUവിന്റെ പ്രചരണം. പക്ഷേ പോലീസ് കേസെടുക്കുകയും അന്ന് നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള വി അക്ഷയ് ക്യാമ്പസിനകത്ത് കയറി SFI പ്രവർത്തകരെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവായ അക്ഷയെ എടക്കാട് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സന്തോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ ക്യാമ്പസിനുള്ളിലുള്ള വിദ്യാർത്ഥികൾ പോലുമല്ല, പുറത്ത് നിന്നാണ് ഈ ആളുകളെ അക്രമത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. തികച്ചും ഒരു ഗുണ്ട അതിക്രമം പോലെയാണ് എന്ന് മനസ്സിലാക്കാം, അല്ലേ? തീർച്ചയായും ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ അക്ഷയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ ക്യാമ്പസിന്റെ മതിൽ ചാടിക്കടന്ന് ഓടി ക്യാമ്പസിലേക്ക് കയറുകയും SFI പ്രവർത്തകനെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്യുന്നതിന്റെ ഒരു ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അക്ഷയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ SFIയുടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലേക്കാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നു ചെല്ലുകയും SFI പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തത്. അന്ന് വലിയ രീതിയിലുള്ള പ്രചരണം, അന്ന് SFI പ്രവർത്തകരാണ് അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ള രീതിയിലുള്ള പ്രചരണം KSU നടത്തുകയും മാധ്യമങ്ങൾ ഉപയോഗിച്ച് അത്തരത്തിലുള്ള വ്യാപകമായ പ്രചരണം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് ഈ കേസിൽ SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് എന്താണ് ഈ ക്യാമ്പസിനകത്ത് എന്തിനു പോയി? കാരണം ഒളവിലം സ്വദേശിയാണ് അക്ഷയ്, വിദ്യാർത്ഥിയെയല്ല. എന്തിനാണ് അവിടെ പോയി എന്നുള്ളതാണ്. തീർച്ചയായും കോൺഗ്രസിന്റെ ആളുകൾ അന്നെത്തി സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അക്ഷയ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്യാമ്പസിനകത്ത് കയറിയത്. ഏതായാലും ഈ അറസ്റ്റിലൂടെ SFI നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ശരി സന്തോഷ്. കണ്ണൂരിൽ SFI പ്രവർത്തകരെ അതിക്രമിച്ച കേസിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചാണ് പോലീസ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്.